ഇന്ന് ഒരു ബേബി കീപ്സേക്കിൻ്റെ ഫുൾ മേക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഇവിടെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 100 ml റെസിനും 50 ml ഹാർഡനറുമാണ്. 2:1 റെസിനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മെറ്റീരിയൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാട്ടോ. 2 ഗ്ലാസ്സിൽ റെസിൻ എടുക്കുന്നത് ഒന്ന് ഡാർക്കർ ഷെയ്ഡും വേറൊന്ന് ലൈറ്റർ ഷെയ്ഡിലും ചെയ്യാനാണ്. ബീച്ചിന് നല്ല ഭംഗിയിൽ കിട്ടാൻ ഈ ഒരു സ്റ്റെപ്പ് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. വർക്കിനൊരു ഡെപ്തൊക്കെ ഫീൽ ചെയ്യും. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബിയോണ്ട് ഇങ്കിൻ്റെ ആൽക്കഹോൾ ഇങ്കാണ്. ഒന്ന് ടർക്കോസും ഒന്ന് കുറച്ച് ഡാർക്ക് ബ്ലൂവിൽ വരുന്ന ഷെയ്ഡുമാണ്. എക്സാക്ട് ഷെയ്ഡ് ഞാൻ മറന്നുപോയി, എന്നാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാട്ടോ. വാട്ടറി കൺസിസ്റ്റൻസി ആയതുകൊണ്ട് കുറച്ച് ടൈം എടുത്ത് തന്നെ മിക്സ് ചെയ്യേണ്ടി വരും, റെസിനും പിഗ്മെൻറ്റും ഒന്ന് ബ്ലെൻഡായി കിട്ടാനായിട്ട്. പിന്നെ റെസിൻ ക്വാളിറ്റി ഉള്ളത് മേടിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പിഗ്മെൻറ്റ്സും. ലോക്കൽ കളേഴ്സ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. ഇല്ലെങ്കിൽ ഓവർ ദ ടൈം നമ്മുടെ വർക്കിൻ്റെ കളർ ഫെയ്ഡ് ആവും. സെയിൽ ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും ബ്രാൻഡഡ് പിഗ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് സേഫ്. ലൈറ്റർ ഷെയ്ഡിൽ നിന്ന് ഡാർക്കർ ഷെയ്ഡിലേക്ക് മിക്സ് ചെയ്താണ് കൊടുക്കുന്നത്. കളർ തമ്മിൽ ഞാൻ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. എനിക്ക് ടോപ്പ് ആൻഡ് ബോട്ടം ഡാർക്കായിട്ട് രണ്ട് സെപ്പറേറ്റ് കളറായിട്ട് നിൽക്കുന്നതിനേക്കാളും കാണാനിഷ്ടം ലൈറ്റിൽ നിന്ന് ഡാർക്കിലേക്ക് നല്ല ബ്ലെൻഡഡ് ആയിട്ട് വരുന്നത് പോലെയാണ് എനിക്ക് കാണാനിഷ്ടം. അങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ആർട്ട് പീസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. അതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഷെയ്ഡ്സ് ഡാർക്കർ ആക്കാനാണ് ഞാൻ ആദ്യം മിക്സ് ചെയ്ത റെസിനിൽ തന്നെ വീണ്ടും പിഗ്മെൻറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ 1-2 തവണ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ അത്രയും ഡാർക്കർ ഷെയ്ഡിലേക്ക് ഫ്രെയിം ആക്കിയിരിക്കുന്നത്. എനിക്ക് ഓൾമോസ്റ്റ് ഒരു 1 ബോട്ടിൽ ആൽക്കഹോൾ ഇങ്ക് കംപ്ലീറ്റ്ലി വേണ്ടി വന്നു ഈ ഒരു വർക്ക്, 2 വർക്കിലെ ബേസ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. പിന്നെ നല്ലപോലെ നമ്മൾ ഈ കളേഴ്സ് തമ്മിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ആൽക്കഹോൾ ഇങ്ക് ആയതുകൊണ്ട് അത്ര സെറ്റായിരിക്കില്ല ചെയ്ത് വരുമ്പോഴത്തേക്കും കാണാൻ. നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് ഡാർക്കിൽ നിന്ന് ലൈറ്റിലേക്ക് ആക്കി കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡാർക്കും ലൈറ്റുമായിട്ട് കീപ്പ് ചെയ്യാം. ബ്ലെൻഡ് ചെയ്യുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി നല്ലപോലെ ബ്ലെൻഡ് ചെയ്യണം. ഇല്ലെങ്കിൽ ആ കളർ ബ്ലെൻഡ് ആകാതിരിക്കുന്ന സ്ട്രോക്സൊക്കെ വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വിസിബിൾ ആയിരിക്കും. നമ്മൾ ബൗൾഡിലിരിക്കുമ്പോൾ അത്ര കുഴപ്പം തോന്നില്ല. അതിന്ന് പുറത്തേക്ക് എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ഫിനിഷിംഗ് ഇല്ലാത്ത ലുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി സീ ഷോർസ് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് കുറച്ച് പെബിൾസ്, ഷെൽസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പെബിൾസ് ആണ് കൂടുതലിട്ട് കൊടുക്കുന്നത്. ഷെൽസും സ്റ്റാർ ഫിഷും ഒക്കെ 1-2 മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഈ ഒരു സ്റ്റെപ്പാണ് നമ്മുടെ ബീച്ചിന് ഒരു ഒറിജിനാലിറ്റി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത ഈ ലെയർ ഡ്രൈ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും വേവ്സ് കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ രാത്രിയാണ് വേവ്സ് ചെയ്തത്, അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വേവ്സ് കൂടെ വന്നപ്പോൾ നമ്മുടെ ബീച്ച് കാണാൻ നല്ലൊരു ലുക്കായിട്ടില്ലേ. ഫ്രെയിമിൽ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഐറ്റംസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ബേബിയുടെ ഒരു ഫോട്ടോ മാത്രമേ ഈ വർക്കിലുണ്ടായുള്ളൂ. പിന്നെ ബേബിയുടെ ഡീറ്റെയിൽസും പ്രിസർവ് ചെയ്യാൻ 3 ഐറ്റംസും ഉണ്ടായിരുന്നു. ബേബി ഡീറ്റെയിൽസ് സ്റ്റിക്കേഴ്സ് ചെയ്യുന്ന മേക്കിംഗ് വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മേക്കിംഗ് വീഡിയോ ഇടാം കേട്ടോ. സെക്കൻഡ് ഫ്രെയിമിൽ ഒരു ഫാമിലി പിക്കും ബേബി ഡീറ്റെയിൽസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രിസർവ് ചെയ്യാനായിട്ട് അതിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഫസ്റ്റ് ഫ്രെയിമിൽ എന്തൊക്കെയാണ് പ്രിസർവ് ചെയ്യേണ്ടതെന്ന് നോക്കിയാലോ. പ്രിസർവ് ചെയ്യാനുള്ള ഐറ്റംസൊക്കെ ക്ലയൻറ്റ് നമ്മുടെ അഡ്രസ്സിലേക്ക് അയച്ചു തരുന്നതാണ്. നമുക്കപ്പോൾ ഈ പാഴ്സൽ ഓപ്പൺ ആക്കി നോക്കാം എന്തൊക്കെ പ്രിസർവ് ചെയ്യാനായിട്ട് തന്നിട്ടുണ്ടെന്ന്. പ്രഗ്നൻസി ടെസ്റ്റ് കാർഡ്, അംബ്ലിക്കൽ കോഡ്, ഹോസ്പിറ്റൽ ബാൻഡൊക്കെ ആയിരുന്നു കേട്ടോ ഈ ഒരു പാക്കേജിലുണ്ടായിരുന്നത്. നമുക്കതൊക്കെ നമ്മുടെ ഫ്രെയിമിലേക്ക് വെച്ച് അറേഞ്ച് ചെയ്ത് കൊടുക്കാവേ. പിന്നെ ഹോസ്പിറ്റൽ ബാൻഡ് എപ്പോഴും ഞാൻ സെല്ലോ ടേപ്പ് കൊണ്ട് കവർ ചെയ്ത് കൊടുത്തിട്ടാണ് ഫ്രെയിമിൽ വെക്കുന്നത്. സെല്ലോ ടേപ്പ് വെച്ചിട്ട് കവർ ചെയ്യണം, ഇല്ലെങ്കിൽ ലാമിനേറ്റ് ചെയ്യാം. എങ്ങനെ ചെയ്യുന്നത്, അതിലെ റൈറ്റിങ്സിലെ കളറൊക്കെ ഫെയ്ഡ് ആകാതിരിക്കാനാണ്. നോർമലി പെൻ അല്ലെങ്കിൽ മാർക്കർ വെച്ചിട്ടായിരിക്കും ഈ ടാഗിൽ എഴുതുന്നത്. അപ്പോൾ റെസിൻ ഒഴിച്ച് കഴിഞ്ഞാൽ അതപ്പം തന്നെ കളർ ഫെയ്ഡായി പോകും, അല്ലെങ്കിൽ കളർ ബ്ലീഡായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ നമുക്ക് വരാതിരിക്കാനായിട്ട് സെല്ലോ ടേപ്പ് വെച്ച് കവർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ലാമിനേറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ എക്സസ് ആയിട്ട് വരുന്ന സെല്ലോ ടേപ്പ് ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഐറ്റംസൊക്കെ ഫ്രെയിമിൽ ഫൈനലായിട്ട് വെക്കുമ്പോൾ അലൈൻമെൻ്റ് ഒക്കെ കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാൻ എപ്പോഴും വെക്കുന്ന സ്ഥലമൊക്കെ മാർക്കർ വെച്ചിട്ട് ആദ്യം വരച്ച് വയ്ക്കും. എന്നിട്ട് സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അത് നമുക്ക് തുടച്ച് കളഞ്ഞാൽ മതി. വിനയൽ സ്റ്റിക്കറൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ സ്റ്റിക്കർ എങ്ങാനും ചരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും സ്റ്റിക്കർ ഓർഡർ ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റിക്കർ കട്ട് ചെയ്തെടുക്കേണ്ടി വരും. അതൊക്കെ ഒരുപാട് ടൈം വേസ്റ്റായി പോകും. അപ്പോൾ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കുമ്പോഴത്തേക്കും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്.
ഫ്ലെക്സ് ക്യുക്ക് യൂസ് ആക്കിയിട്ടാണ് ഞാൻ ഫോട്ടോസ്, ഹോസ്പിറ്റൽ ബാൻഡ് എല്ലാം ഒട്ടിച്ചു കൊടുക്കണേ. റെസിൻ ഒഴിക്കുമ്പോൾ ഇതെല്ലാം അങ്ങ് ഫ്ലോട്ട് ചെയ്ത് പോകാണ്ടിരിക്കാനായിട്ടാണ് ഫ്ലെക്സ് ക്യുക്ക് വെക്കുന്നത്. അതാകുമ്പോൾ പിന്നെ അനങ്ങാതെ അവിടെ തന്നെ ഇരുന്നു. ഞാനിത്രയും വരച്ച് മാർക്ക് ചെയ്തൊക്കെ ഒട്ടിച്ചിട്ടും എൻ്റെ റൈറ്റ് സൈഡിലെ സ്റ്റിക്കർ ചെറുതായിട്ടൊന്ന് ചരിഞ്ഞുപോയി. അതുകൊണ്ട് വീണ്ടും സ്റ്റിക്കർ കട്ട് ചെയ്ത് ഒട്ടിക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. ഒരു വർക്കൊക്കെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ എന്തൊക്കെ കഷ്ടപ്പാടാണല്ലേ. ഇനി നമുക്ക് ഫൈനൽ ലെയറിൽ റെസിൻ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത് നമ്മുടെ ലാസ്റ്റ് ലെയറാണ്. അപ്പോൾ റെസിൻ ഒഴിക്കുന്നതിന് മുമ്പ് ബബിൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഐസോപ്രൊപ്പൈൽ ആൽക്കഹോളാണ്. അത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ബബിൾസ് ഒന്നും വരാണ്ടിരിക്കാനും ഉള്ള ബബിൾസ് പോപ്പ് ഔട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുമാണ്. ഇനി ഫൈനൽ ഔട്ട്പുട്ട് കണ്ടിട്ട് വന്നാലോ. നമ്മുടെ ബേബി ഫ്രെയിം 2 റെഡി ആയിട്ടുണ്ടേ. നോക്കിയേ, ഇതിൽ നമുക്ക് പ്രിസർവ് ചെയ്യാനായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഫോട്ടോയും ഡീറ്റെയിൽസും. നല്ല ഗ്ലോസി ഫിനിഷ് തന്നെ നമുക്ക് ഫൈനൽ ലെയറിൽ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതെനിക്ക് നല്ലോണം ഇഷ്ടമായി. ആ ഫോട്ടോയും എല്ലാം പെർഫെക്റ്റ്ലി മാച്ച് ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മളൊരു സ്റ്റാൻഡും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെറ്റൽ സ്റ്റാൻഡ്, ഇത് വെക്കാനായിട്ട് ഫ്രെയിം ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് ഒരു ഗോൾഡൻ കളറിലെ സ്റ്റാൻഡും കൂടെ നമ്മളിതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.